വടകര LDF സ്ഥാനാർത്ഥി MK ഭാസ്കരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ C ഭാസ്കർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ RJD ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാണുവേട്ടൻ MLA ആയിരുന്ന കാലത്ത് വടകര മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ വടകരയുടെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടും വികസന ഇടപെടലും ആ കാലത്ത് നടക്കുകയുണ്ടായി. ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരം കൈയാളുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട ഒരു കാര്യവും നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, ഭരണകക്ഷിയാവട്ടെ പ്രതിപക്ഷമാവട്ടെ വടകര അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങളുടെ ആകെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ കാലത്ത് ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ടും വികസന പദ്ധതികളുമൊക്കെ ഈ വടകരയിൽ അഭിമാനപൂർവ്വം നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് അന്യമായി മാറിയിരിക്കുകയാണ്. തികച്ചും വളരെ സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം തൻ്റേതല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ വിജയിച്ചു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം വളരെ നിഷ്കരുണം നിഷേധിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു MLAയുടെ നിലപാടിനെതിരായി കൂടി ജനങ്ങൾ വിധി എഴുതുകയാണ്. വടകരയിൽ ഇതിനു മുമ്പും ശ്രീ MK പ്രേംനാഥായാലും ശ്രീ ചന്ദ്രശേഖരനായാലും ഒക്കെ ഈ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതാണ് നമുക്ക് കഴിഞ്ഞ അത്ഭുതത്തിന്റെ ഭാഗമായി ചില ആളുകൾ MLAയുടെ സ്ഥാനത്തേക്ക് കയറി വന്നപ്പോൾ നമുക്ക് നിഷേധിക്കപ്പെട്ടത്. അതുകൊണ്ട് വടകരക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ലഭിക്കേണ്ടിയിരുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുമായി അത്യാവശ്യം ചില വ്യക്തിത്വങ്ങളെ കാണാൻ പോയപ്പം നമ്മൾക്കുണ്ടായ ആഹ്ലാദം വളരെ വലുതാണ്. എല്ലാവരും വളരെ പ്രതീക്ഷയിലാണ് ഭാസ്കരന്റെ വിജയം പ്രതീക്ഷിക്കുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളൊന്നുമില്ലാതെ വടകരക്കൊരു കേൾപ്പുള്ള ഒരു വ്യക്തി MLA ആയി വരണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ആഗ്രഹം.